കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉദ്യോഗസ്ഥ സഹായത്തോടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇടതു വലത് മുന്നണികൾ ശ്രമിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ LDF, UDF മുന്നണി പ്രവർത്തകർ NDAയുടെ പ്രചരണ സാമഗ്രികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് എന്ന് ആരോപിച്ചു. NDA പ്രവർത്തകർക്ക് നേരെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണവും നടക്കുകയാണ്. വളരെ ആസൂത്രിതമായാണ് ജില്ലയിലുടനീളം ഇടത് വലത് മുന്നണികൾ NDAക്കെതിരെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അവസാനിപ്പിക്കാൻ കോൺഗ്രസും CPM-ഉം തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുക, പുതിയ പ്രദേശങ്ങളിലടക്കം NDAക്കായി പുതിയ പ്രവർത്തകർ മുന്നോട്ട് വരുമ്പോൾ ഭീഷണിപ്പെടുത്തി പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നിവ നിർബാധം തുടരുകയാണ് ഇടത് വലത് മുന്നണികൾ എന്നും ആരോപിച്ചു. അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന ഭരണം നടത്തുന്ന CPM-ഉം പ്രതിപക്ഷമായ കോൺഗ്രസും സംസ്ഥാനത്തെ സർവീസ് സംഘടനാ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ആശാ വർക്കർമാരെയും BLOമാരെയും ഉപയോഗിച്ച് പോസ്റ്റൽ വോട്ടിൽ കൃത്രിമം നടത്താൻ ശ്രമിക്കുകയാണ് ഇരുകൂട്ടരും. പോസ്റ്റൽ വോട്ടിന്റെ പേരിൽ വ്യാപകമായി ഓപ്പൺ വോട്ടുകൾ BLOമാരുടെ സഹായത്തോടെ ചെയ്യുന്ന സ്ഥിതിയാണ്. NDA നൽകുന്ന ഓപ്പൺ വോട്ട് ലിസ്റ്റ് സ്വീകരിക്കാൻ BLOമാർ തയ്യാറാകുന്നില്ല. നിഷ്പക്ഷമായി തിരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം. മണ്ഡലത്തിലുടനീളം NDAക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ വിരളി പൂണ്ടാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയവും തിരഞ്ഞെടുപ്പിൽ NDAക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.